നല്ല മഴയും ധാരാളം നദികളുമുള്ള കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾക്ക് വൻ സാധ്യതയാണുള്ളതെന്ന് കെഎസ്ഇബി പറയുന്നു. ഇവിടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് 6000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുമെങ്കിലും ഇതുവരെ 2040 മെഗാവാട്ടിനുള്ള പദ്ധതികൾ മാത്രമേ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പശ്ചിമഘട്ട വിദഗ്ധ സമിതിയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിച്ചുകൊണ്ട് സർക്കാരിന് കെഎസ്ഇബി നൽകിയ കത്തിൽ പറയുന്നു. ജലവൈദ്യുതിയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനായാൽ ദശകങ്ങളോളം കേരളത്തിൽ വൈദ്യുതി ക്ഷാമം ഉണ്ടാവില്ല. എന്നാൽ 780 മെഗാവാട്ടിന്റെ ഇടുക്കിയും 300 മെഗാവാട്ടിന്റെ ശബരിഗിരിയും മാത്രമാണ് കേരളത്തിന് നടപ്പാക്കാനായിട്ടുള്ള വൻകിട ജലവൈദ്യുത പദ്ധതികൾ. പല പദ്ധതികളും നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരുന്നുവെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ അനുമതി ലഭിക്കാത്തതിനാൽ പ്രാവർത്തികമാക്കാനായില്ല. 240 മെഗാവാട്ടിന്റെ സൈലന്റ് വാലി, 240 മെഗാവാട്ടിന്റെ പൂയംകുട്ടി, 100 മെഗാവാട്ടിന്റെ പാത്രക്കടവ്, 163 മെഗാവാട്ടിന്റെ അതിരപ്പള്ളി എന്നിവ ഇത്തരത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. ചെറുകിട പദ്ധതികൾക്ക് പോലും അനുമതി നിഷേധിക്കപ്പെടുന്നത് സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണെന്ന് കെഎസ്ഇബി ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ 29% വനമാണ്. രാജ്യത്തെ ജൈവസമ്പത്തിൽ 28% കേരളത്തിലാണ്. എന്നാൽ ഇത് പരിഗണിച്ചുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും തന്നെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കാനാവുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ്. പശ്ചിമഘട്ടത്തിൽ നോഗോ ഏരിയ നിർദ്ദേശിക്കുന്ന ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് അംഗീകരിക്കുന്നത് ഭാവിയിൽ സംസ്ഥാനത്ത് ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാനാവില്ലെന്ന സ്ഥിതിയുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പുനരവലോകനം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് കെഎസ്ഇബി ആവശ്യപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണവും സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങളും തമ്മിൽ സന്തുലനം ആവശ്യമാണെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടി. വി എസ് ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.